ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടും സമാധാനമായിട്ടും ഇരിക്കുന്നുണ്ടെന്ന് എന്ന് വിശ്വസിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി നമ്മുടെ ക്യാപ്ഷനും പിന്നെ തംബ്നെയിലും കണ്ടപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പം ഇത് ഞാൻ എമിറേറ്റ്സിലാണ് ഞാൻ പോയത്. അപ്പം എമിറേറ്റ്സിൻ്റെ ചില എക്സ്പീരിയൻസും മെനു കാർഡും പിന്നെ ഫുഡും അവിടുത്തെ ഒരു ഞാൻ പോയ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെറുതായിട്ട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു വിസ്മയമായ യാത്രയായിരുന്നു ഇത്. എവിടെ? നയാഗ്ര ഫോൾസ്. അതും ന്യൂയോർക്ക് സൈഡിലായിരുന്നു ഞാൻ പോയത്. സോ ഈ ഒരു മഹാ അത്ഭുതം അല്ലെങ്കിൽ നേച്ചറുടെ വിസ്മയം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഒരു ചെറുപ്പം തൊട്ടേ നമ്മളൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ പേര് കേട്ടപ്പോഴും പോകണം എന്നാഗ്രഹിച്ച കുറച്ച് സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെന്ന പാടെ ഇങ്ങനെ ഒരു പ്ലേസിൻ്റെ നെയിം കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു. പിന്നെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷെ അവിടെ എത്താൻ ഞാൻ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒരു 15-16 hours ഡിലേ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അതുകൊണ്ട് എനിക്ക് ഓൾമോസ്റ്റ് 1 ഡേ ഫുള്ള് നഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങളുടെ പ്ലാൻസ് മൊത്തം തകിടം മറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റുമോ എന്നുള്ള ആദിയിൽ ഓടി പോകുമായിരുന്നു ഞങ്ങളൊക്കെ. പക്ഷേ എക്സൈറ്റ്മെൻറ്റ് തീരെ കുറവില്ലായിരുന്നു. പക്ഷേ ഫോൾസിൻ്റെ എല്ലാ വ്യൂവും കാണാൻ പറ്റുമോ, എല്ലാതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ് ഓടുന്നത്. വെതറാണെങ്കിൽ വളരെ ചില്ലായ വെതറായിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും തണുപ്പുണ്ടായിരുന്നു. ഞാൻ കൊണ്ടുപോയ സ്വെറ്ററൊന്നും എനിക്ക് പോരാ എന്ന് തോന്നി തുടങ്ങി. ഞാൻ ഒന്നും കൂടി പാക്ഡായി പോകണമായിരുന്നു എന്നൊരു ഫീലായിരുന്നു അവിടെ എത്തിയപ്പം. പക്ഷേ ഒരു പെർഫെക്റ്റ് ഡേ ആയിരുന്നു എനിക്ക് യാത്രയ്ക്ക്. വേഗം ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ 2-3 അഡ്വെഞ്ചറസ് തിങ്സ് ഉണ്ട്. ഒന്ന് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ്, പിന്നെ കേവ് ഓഫ് ദ വിൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ അഡ്വെഞ്ചറസ് ഇതുണ്ട്. അവിടെ നമ്മൾ ഒരു 2-3 days സ്പെൻഡ് ചെയ്യാനുള്ളത്ര സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും നോക്കിയാൽ. കാരണം എന്താ വെച്ചാൽ നമുക്ക് എത്ര നേരം നിന്നാലും മതിയായി എന്ന് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഇങ്ങനെ നിന്ന് നോക്കി പോകാൻ തോന്നും. അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ചെന്നപാടെ തന്നെ 2-3 പിക്ചേഴ്സ് എടുത്തു. കാരണം എന്താ വെച്ചാൽ പിന്നെ വൈകിട്ടായാൽ നമുക്ക് നല്ല പിക്ചേഴ്സൊന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് 2-3 പിക്ചേഴ്സ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് മെയ്ഡ് ഓഫ് ദ മിസ്റ്റിലേക്ക് ഇറങ്ങി നമ്മൾ. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്ന് പറയുമ്പം അതൊരു അവർ തന്നെ തരുന്ന ഒരു റെയിൻകോട്ട് ജാക്കറ്റാണ് കാണുന്നത്. സോ ആ റെയിൻകോട്ട് ഇട്ടിട്ട് നമ്മൾ അവിടെ പോയി. അപ്പോൾ റെയിൻകോട്ട് എന്നല്ല, ഞാൻ എന്താ പറയുക, മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ബോട്ട്, അതൊരു ബോട്ട് റൈഡായിരുന്നു. ആ ബോട്ട് റൈഡിൽ പോയപ്പം ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ഡ്രീം പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. അത് ഫോൾസിൻ്റെ താഴത്ത് ഇങ്ങനെ കയറി പോകുമ്പോൾ മനസ്സിലൊരു പ്രശാന്തതയായിട്ടുള്ളൊരു ഭാവമായിരുന്നു എനിക്ക്. അപ്പോൾ വെള്ളം ഇങ്ങനെ തകർന്ന് വരുന്ന പോലെയായിരുന്നു തോന്നിയത്. പിന്നെ എന്നാലും അതിൻ്റെ ഒരു ബ്യൂട്ടി അത് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും മതിയാവില്ല. അതൊരു സ്വർഗം പോലത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. സോ ഞാൻ അത് കഴിഞ്ഞ് കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഈ കുറച്ച് പാർക്ക് സൈഡൊക്കെ ഇങ്ങനെ വാക്ക് ചെയ്ത് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെയും തിരിച്ച് പോയി. പിന്നെ നേച്ചർ എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്കെല്ലാവർക്കും നേച്ചറുമായിട്ടുള്ള കണക്റ്റഡ് ആകുമ്പോൾ ഒരു പ്രശാന്തത ഫീലാവില്ലേ, ഒരു പീസ്ഫുൾനെസ്സോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സോ ഇങ്ങനെ നേച്ചർ ഫീൽ ചെയ്യുമ്പോൾ തന്നെ അതേപോലെ തന്നെ ആയിരുന്നു നയാഗ്രയിൽ വാക്കിങ്. പാർക്ക് നടന്നപ്പോൾ മരങ്ങളിൽ ചെന്ന് വിരിഞ്ഞ് ഇരിക്കുന്ന ചിറകുകൾ പോലെ തോന്നും. പിന്നെ നമുക്കൊരു ഭാഗം ട്രെയിലും കാണാം, ഇനിയൊരു ഭാഗത്ത് കംപ്ലീറ്റ് ക്ലിയർ വ്യൂ ആയിട്ട് കാണാം. ഇങ്ങനെ വെള്ളം വരുന്നതും ഇതൊക്കെ കാണുമ്പോൾ തന്നെ അവിടുന്ന് നമുക്ക് വരാനേ തോന്നില്ല. വെള്ളത്തിൽ ഒരു വല്ലാത്തൊരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക്. പിന്നെ കുറച്ച് ഇങ്ങനെ നമ്മൾ പാർക്ക് സൈഡൊക്കെ ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ വാക്ക് ചെയ്തു. ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നുള്ളതിനേക്കാളും ഈ സ്ഥലത്തിനൊരു പ്രത്യേക ശക്തിയും സൗന്ദര്യവും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്.
വല്ലാത്തൊരു വിസ്മയമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സൃഷ്ടിയുടെ ഒരു ഭാഗം ഇങ്ങനെ ഭാഗമായിട്ടുള്ള കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വിസ്മയങ്ങളാണ് നമ്മളെ ലോകത്ത് ഉള്ളത് എന്നുള്ളത് കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. സോ ഞാനതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു, കുറേ വാക്ക് ചെയ്ത് വീഡിയോസ് എടുത്തു. പിന്നെ അവിടെ കുറേ പേരിങ്ങനെ വീഡിയോസും ഇതൊക്കെ ഇങ്ങനെ നമ്മൾ അവിടെ ഓരോരുത്തരും കാണുമ്പോഴും പിന്നെ സ്ഥലവും കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ ശാന്തതയും എല്ലാം ഉണ്ടായിരുന്നു. സോ എനിക്ക് അവിടെ നിന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും എൻ്റെ കൂടെ വന്ന കലീഗ്സിനോടൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല, എനിക്ക് ഈ സ്ഥലത്ത് ഇരുന്നാൽ മതി എന്നുള്ള രീതിയിൽ. അങ്ങനെയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങളൊരു ചെറിയ വാക്കുമായിട്ട് പിന്നെയും പാർക്കിൻ്റെ അടുത്തൊക്കെ പോയായിരുന്നു. പിന്നെ അവിടെ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡാണ് കാനഡ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. അകലെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ്, ഞാനത് പറയാൻ വിട്ടുപോയി. സോ പിന്നെ ഞങ്ങളവിടെ വാക്ക് നയാഗ്രയുടെ പാർക്കിനകത്ത് കുറച്ച് നേരം വാക്ക് ചെയ്തു. അവിടെ ശരിക്കുള്ള റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് അധികം നടക്കാനുണ്ട് നമുക്ക്. എത്ര നടന്നാലും നമുക്കവിടെ ഒരു ടയർഡ്നെസ് ഫീൽ ആവുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഫ്രഷ്നെസ്സും ഗ്രീനറിയും ആ പച്ചപ്പും എല്ലാം കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഒരു ഫീലായിരുന്നു. എത്ര നടന്നാലും ഒരു ക്ഷീണമോ ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. എവിടെ പോകുമ്പോഴും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതെന്താണ്, ഇതെങ്ങനെ ഉണ്ടാവും. പിന്നെ പോകുന്നിടത്തൊക്കെ അവിടെ ഫാൾസിൻ്റെ വെള്ളം ഇങ്ങനെ മേത്തിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലും എക്സ്പീരിയൻസും കൊണ്ടുവരുന്നുണ്ടായിരുന്നു. എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ. അത് ചില ഭാഗത്ത് ചില ഐലാൻഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇത് അവിടെ. സോ ഇത് അമേരിക്കൻ ഫാൾസ് എന്ന് പറഞ്ഞിട്ടാണ് അവർ എഴുതിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ ആ ഒരു ഏരിയാസിലൊക്കെ ഞങ്ങളൊന്ന് കുറച്ച് വാക്ക് ചെയ്തു. ഇങ്ങനെ എനിക്കാണിച്ചാൽ അവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ എന്നെ അടിക്കണമുണ്ട്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ്. പക്ഷേ നല്ല തണുപ്പായിരുന്നു. പക്ഷേ ഫാൾസിനെ ഇങ്ങനെ വിട്ട് വരാൻ തോന്നില്ല. നമ്മളെ മേത്തൊക്കെ ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. സമയം തികഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നിയത്. സോ അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസും ഫാൾസ് കണ്ടിട്ട് വാക്ക് ചെയ്തിട്ട് കൂടെയുള്ള ആൾക്കാരും കലീഗ്സൊക്കെ നല്ല ഫ്രണ്ട്ലി, നല്ലൊരു ഗ്രൂപ്പായതുകൊണ്ട് എനിക്ക് ആ ഒരു പ്ലേസും ഗ്രൂപ്പും എല്ലാം എൻ്റെ വീഡിയോയുടെ കുറച്ച് മുന്നത്തെ വീഡിയോയിലെ ബാക്കിൽ നമ്മൾ കണ്ടില്ലേ ഈ ജെയിൻ വീൽ, ആ സ്ഥലം നമ്മുടെ കാനഡ സൈഡിൻ്റെ വ്യൂ ആണ്. സോ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പം ഞാൻ തിരിച്ച് ന്യൂയോർക്ക് എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് ഞാൻ നേരെ പോയതാണ് ഡെൻവറിലേക്ക്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.